ശ്രീ ബാബുജി ബത്തേരി കുവൈറ്റിൽ നാടക പ്രവർത്തന രംഗത്ത് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ മലയാളിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് അടുത്തതായി മറുനാടും മറുനാട്ടിലും. ഞാൻ ഏകദേശം ഒരു 17 വർഷങ്ങൾക്ക് മുൻപാണ് കുവൈറ്റിൽ എത്തിച്ചേരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2001 ആണ് കുവൈറ്റിലെത്തുന്നത്. അതിനു മുൻപ് ഉള്ള എൻ്റെ പ്രധാന മേഖലകൾ ഒരു പ്രൊഫഷണൽ നാടക സംവിധായകനായിരുന്നു. പിന്നീട് കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതു കോർപ്പറേറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ സ്റ്റാഫുകൾക്കുമൊക്കെ ട്രെയിനിങ് നടത്തുന്ന ഒരു ഫുൾ ടൈം ട്രെയിനറായിരുന്നു. പിന്നെ ഒപ്പം ചില സിനിമകൾ അസിസ്റ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രധാനമായും നാട്ടിൽ നിലയുറപ്പിച്ചിരുന്നത്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ മാവേലിക്കരയാണ്. മാവേലിക്കര ബിഷമൂർ കോളേജിലാണ് എൻ്റെ പഠനകാലം. ബിഷമൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ തുടർച്ചയായി 2 തവണ കേരള യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി ഏതാണ്ട് 86, 87, 88 കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 120ഓളം നാടകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതിനുശേഷം പ്രധാനമായിട്ടും ഞാൻ നാടക സംവിധാനത്തിലേക്ക് തിരികെയും നരേന്ദ്രപ്രസാദ് സാർ, പ്രധാനപ്പെട്ട നാടക പ്രവർത്തകർ പി ബാലചന്ദ്രൻ, മധു ശങ്കരമംഗലം, അതുപോലെ തന്നെ ചന്ദ്രദാസ് തുടങ്ങിയ ആളുകളുടെ കീഴിൽ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയും തുടർന്ന് പ്രൊഫഷണൽ നാടക സംവിധാന രംഗത്തേക്ക് തിരിയുകയുമാണ് ഉണ്ടായത്. ഇത്തരം പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ കേരളത്തിൽ കേന്ദ്രീകരിച്ച് നിന്ന ഒരാളാണ്. എൻ്റെ ഭാര്യ നഴ്സായി ജോലി കിട്ടി കുവൈറ്റിലെത്തുകയും ഭാര്യ കുവൈറ്റിലെത്തിയപ്പോൾ കുടുംബമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കുവൈറ്റിലെത്തിച്ചേരുന്നത്. ഇവിടെ വന്ന് ആദ്യം ഞാനൊരു ഷിപ്പിംഗ് കമ്പനിയിലാണ് പ്രവർത്തനം. അൽഗാനിം അൽമാജിദ് എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് ഷിപ്പിംഗ് മേഖലയിൽ തുടർ പ്രവർത്തനങ്ങൾ തുടരുകയും സെയിൽസ് രംഗത്തേക്ക് മാർക്കറ്റിംഗ് രംഗത്തേക്കൊക്കെ മാറി ഇന്നൊരു പ്രോജക്റ്റ് ആൻഡ് സെയിൽസ് മാനേജറായിട്ട് ഞാൻ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സമാന്തരമായി നടക്കുന്നുണ്ടെങ്കിലും അത്തരം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ 2 വർഷം ഞാൻ ബന്ധപ്പെട്ടില്ല. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പതിയെ ചില സംഘടനാ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് 2004 തനിമ എന്ന് പറയുന്ന ഒരു സംഘം രൂപീകരിക്കുകയുണ്ടായി. അതൊരു മറയില്ലാത്ത മലയാളി കൂട്ടായ്മ എന്ന പേരിലാണ് ആ സംഘം രൂപീകരിച്ചത്. പ്രസിഡൻ്റ്, സെക്രട്ടറി അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നുമില്ല. ഒരു ഹാർഡ് കോർ ഗ്രൂപ്പാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓരോ പരിപാടിക്കും ഒരു കൺവീനറെ തിരഞ്ഞെടുക്കുകയും ആ പരിപാടി കഴിയുമ്പോൾ ആ കൺവീനർ കണക്ക് അവതരിപ്പിച്ച് പാസ്സാക്കി പുതിയ കൺവീനറെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പുതിയ വേറിട്ട പ്രവർത്തന ശൈലിയായിരുന്നു. അത്തരത്തിലുള്ള ആ സംഘത്തിലൂടെ ആദ്യമായി ഇവിടെ കുട്ടികൾക്ക് 3 ദിവസം രാത്രി സ്റ്റേ ചെയ്ത് നടത്തപ്പെടുന്ന വേനൽ തനിമ എന്ന പേരിൽ കുട്ടികൾക്കുള്ള ക്യാമ്പ് ഉൾപ്പെടെ നമ്മൾ ആരംഭിച്ചു. അതൊക്കെ കുവൈറ്റിൽ തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഇവിടെ അത്തരത്തിലുള്ള ഒരു എക്സ്പോഷറും കുട്ടികൾക്കില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളരെ സീരിയസായി ഇത്തരത്തിലുള്ള വേനൽ തനിമ പോലുള്ള ക്യാമ്പ്, അതുപോലെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണത്തനിമ പോലെയുള്ള വടംവലി വളരെ ശാസ്ത്രീയമായി നടത്തപ്പെടുന്ന ഓണത്തനിമ എന്നൊരു വലിയ പരിപാടി, 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി രംഗത്ത് വന്നു. പിന്നെ തനിമയുടെ നേതൃത്വത്തിൽ വലിയ നാടകങ്ങൾ നമ്മൾ രംഗത്ത് ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള വേറിട്ട കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു തറയായി, ഒരു ഫ്ലോറായി തനിമ രൂപപ്പെടുകയും ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റ് സംഘങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരാവശ്യപ്പെടുന്ന തരത്തിൽ ഉള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. 2001 ഞാനിവിടെ വന്നെങ്കിലും ഏതാണ്ട് 2004 മുതൽ നാടക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. വിവിധ സ്കിറ്റുകൾ, ലഘുനാടകങ്ങളൊക്കെ ആദ്യം ചെയ്തു. ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചുകൾക്ക് വേണ്ടി ഏതാണ്ട് ഗവർണർ പിലാത്തോസ്, അതുപോലെ കാനായിലെ കല്യാണം, മോറിയോമല തുടങ്ങി വിവിധ 1 മണിക്കൂർ നീളമുള്ള നാടകങ്ങളൊക്കെ ആദ്യം ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരു ടിക്കറ്റ് പ്രോഗ്രാമായിട്ട് ഇവിടുത്തെ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളുടെ പേരിൽ നീതിമാൻ്റെ സിംഹാസനം എന്ന് പറയുന്ന ഒരു 2.5 മണിക്കൂർ
ബൈബിൾ നാടകം ആദ്യം ചെയ്യുകയുണ്ടായി. അതിനുശേഷം അതിനെ തുടർന്ന് തനിമയുടെ ആഭിമുഖ്യത്തിൽ 2011 കുവൈറ്റിലെ തന്നെ ഏറ്റവും വലിയ ഒരു മെഗാ ഡ്രാമ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു വടക്കൻ വീരകഥ എന്ന പേരിൽ ഏതാണ്ട് 38ഓളം സെറ്റുകൾ മിന്നിമറയുന്ന 3 മണിക്കൂർ ദൈർഘ്യമുള്ള വടക്കൻ പാട്ടിനെക്കുറിച്ചുള്ള കോമൻ എന്ന ഒരു കഥാപാത്രത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള വടക്കൻ വീരകഥ എന്ന നാടകമാണ് പിന്നീട് ചെയ്യുന്നത്. അതൊരു ടിക്കറ്റ് പ്രോഗ്രാമായി 2 ഷോ, കുവൈറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി നിറഞ്ഞ സദസ്സിൽ 2 ഷോ ഒരു നാടകം ആദ്യമായി ചെയ്യുക എന്ന തന്ത്രം അന്ന് ആവിഷ്കരിക്കുകയുണ്ടായി. അത് വളരെ വിജയപ്രദമായി ആളുകൾ ഏറ്റെടുക്കുകയും ആ ഒരു നാടകത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് കുവൈറ്റിൽ നാടകത്തോടുള്ള ആളുകളുടെ ഒരു വരവ്. അതിന് മുൻപ് നാടകം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എത്തിപ്പെടുക എന്നത് വളരെ വിരളമായിരുന്നു. പക്ഷേ ആ ഒരു നാടകത്തിൻ്റെ അവതരണത്തോടുകൂടി നാടകത്തോടുള്ള ഒരു നിറഞ്ഞ ഓഡിയൻസോടുകൂടി നാടകം ചെയ്യുന്ന ഒരു രീതി കുവൈറ്റിൽ തുടങ്ങുകയും തുടർന്നിങ്ങോട്ട് വിവിധ സമിതികൾ നന്നായി നാടക പ്രവർത്തനം നടത്തുകയും ഇപ്പോൾ ഒരുപാട് സമിതികൾ നല്ല നാടകങ്ങൾ വിവിധ രീതിയിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ 12 മൾട്ടി ലെവൽ സ്റ്റേജുകളും ഏതാണ്ട് 48ഓളം സെറ്റുകളും 160-ൽ പരം ആർട്ടിസ്റ്റുകളും പിന്നണിയിൽ ഏതാണ്ട് 80-ന് മുകളിൽ ആർട്ടിസ്റ്റുകളും പ്രവർത്തിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്ന ഒരു പുതിയ സങ്കേതം. അത് നാട്ടിലൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും കുവൈറ്റിൽ പ്രത്യേകിച്ച് GCCയിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു പരീക്ഷണം നമ്മളിവിടെ നടത്തുന്നത്. 5 ദിവസങ്ങളിലായി 10 ഷോ നിറഞ്ഞ സദസ്സിൽ ഇവിടെ നടക്കുകയുണ്ടായി. അത് കുവൈറ്റിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും അതൊരു തരംഗമായി മാറുകയും ചെയ്ത ഒരവസരമുണ്ട്. അതാണ് അവസാനമായി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടക പ്രവർത്തനം. അതുപോലെ ഞാനിവിടെ നാടക പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒരു ഫീമെയിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരാളെ കിട്ടുക എന്നതൊക്കെ വളരെ പാടുള്ള ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊരു കഥാപാത്രം മുമ്പോട്ട് വെക്കുമ്പോൾ നിരവധി സ്ത്രീകൾ ഇതിനെ താല്പര്യത്തോടു കൂടി മുമ്പോട്ട് വരികയും അവരിതിന് തയ്യാറായി സമയവും മനസ്സുമൊക്കെ ഇതിൽ സമർപ്പിച്ച് ഇതിനകത്ത് ചേരുന്ന ഒരു പുതിയ തരംഗം കുവൈറ്റിലുണ്ടായിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. നാടകം അതൊരു പാഷനായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റൂ. കാരണം വേറെ ഒരു കലാരൂപം പോലെയല്ല. നാടകാന്തം കവിത്വം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകം എന്നത് എല്ലാത്തിൻ്റെയും ഒരു സമന്വയമാണ്. അതിനകത്ത് കവിതയുണ്ട്, അതിനകത്ത് സാഹിത്യമുണ്ട്, അതിനകത്ത് അഭിനയമുണ്ട്, അതിനകത്ത് വളരെ കൃത്യമായൊരു തിരക്കഥ അതിൻ്റെ പിന്നിലുണ്ടാകണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന സമന്വയിക്കുന്ന ഒന്നാണ് നാടകം. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ നന്നായി ഹോംവർക്ക് ചെയ്യുകയും നമ്മൾ നന്നായി അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി നന്നായി പരിശീലിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നാടകം വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ പുതിയ ഒരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ കൽപ്പകെന്ന നാടക സംഘത്തിന് വേണ്ടി അണിയിച്ചൊരുക്കാൻ. നാടക പ്രവർത്തനം എന്നത് പറയാറുണ്ട് ഫുട്ബോൾ കളി പോലെയാണ്. അത് എല്ലാവരും കൂടെ ചേർന്ന് ശ്രമിച്ചാൽ മാത്രം ഗോളടിക്കാൻ പറ്റുന്ന ഒന്നാണ് നാടക പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നാടക ഗാനമേള പോലെയോ മറ്റ് കലാരൂപം പോലെയോ അല്ല. പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങളും അതിൽ അവരുടെ സമയവും അവരുടെ മനസ്സുമൊക്കെ അതിനകത്ത് സമർപ്പിക്കുമ്പോൾ മാത്രമേ നാടകം വിജയിക്കുകയുള്ളൂ. എൻ്റെ എല്ലാ ഈ പ്രവർത്തനങ്ങൾക്കും പിന്നിലും മുന്നിലും നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും എൻ്റെ കുടുംബമാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഫുൾ ടൈം ഈ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഭാര്യ ബീന പോൾ. അതിനുശേഷം കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ ബീനയും ഈ പ്രവർത്തനവുമായി വളരെ സജീവമായി നിൽക്കുകയും കുഞ്ഞുങ്ങളാണെങ്കിലും 3 പേരും ദൈവഹിതം എന്ന് പറയുന്ന പോലെ ഇവർക്ക് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി സജീവമായ ബന്ധമുള്ള 3 പേരാണ്. പ്രത്യേകിച്ച് മകനിപ്പോൾ വളരെ സജീവമായി നാടകവും ഷോർട്ട് ഫിലിമും ഒക്കെ അവൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ രൂപപ്പെടുത്താനും അതിനുള്ള ശ്രമങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. മകൾ ഡാൻസിനകത്ത് പരമാവധി പരിശീലനങ്ങൾ ശ്രദ്ധിച്ച് ഡാൻസ് രംഗത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. ഇളയ മകൾ മ്യൂസിക്കിനകത്തും
വയലിൻ അതുപോലെയുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്ന ആളാണ്.